ഹലോ സുസാമൻ. അപ്പോൾ നമുക്കിന്ന് AI വേഴ്സസ് ജർമ്മൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇൻ 2025 AI എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി പേര് മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് AI എന്ന് പറയുന്നത്. സോ അത് നമ്മളെ നമുക്കൊരു നല്ല ഇമ്പാക്റ്റ് ആണോ തരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ഇമ്പാക്റ്റ് ആണോ തരുന്നത്? സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് സെക്ടറിൽ AI കൊണ്ടുവന്ന മാറ്റം. അത് നമുക്കൊരു എനിമി ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കതൊരു ഹെൽപ്ഫുൾ ആയ രീതിയിൽ ഒരു ഫ്രണ്ട് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇൻ 2025 AI എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് സെക്ടറിലും എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ടൂൾസ് ലൈക്ക് ChatGPT അല്ലെങ്കിൽ ഡുവോലിംഗോ, മാത്സ്, ഡീപ്പൽ, അങ്ങനെ AI ട്യൂട്ടേഴ്സിനൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. സോ ഇപ്പോഴും കുറേ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. AI നല്ലൊരു രീതിയിലാണോ നമ്മൾക്കൊരു ഇമ്പാക്റ്റ് തരുന്നത്, അല്ലെങ്കിൽ എന്താണ് മോശമായ രീതിയിലാണ് AI ഇമ്പാക്റ്റ് തരുന്നത് എന്നുള്ള ഡിബേറ്റ്സും ഡിസ്കഷൻസും ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. സോ നമുക്ക് ഫസ്റ്റായിട്ട് AI നമുക്കൊരു ഫ്രണ്ട് ആയിട്ടാണോ, ലാംഗ്വേജ് സെക്ടറിൽ നമുക്കൊരു ഫ്രണ്ട് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. AI എന്നൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട് AIയുടെ കാര്യത്തിൽ. സോ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിന് നമ്മളെ AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വേറൊരു കേസ് എന്ന് പറയുന്നത്, നമ്മൾ ട്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 24/7 ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ChatGPT അല്ലെങ്കിൽ AI പോലത്തെ ടൂൾസ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നു, നമ്മൾ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച്, മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ടൈം കളയുന്നതിന് പകരം ഡയറക്റ്റ് എന്ത് ചെയ്യും, ChatGPT യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 24/7 ആക്സസിബിലിറ്റി നമുക്ക് AIയിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലായിരിക്കും AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലെവൽ എന്താണോ അതിൻ്റെ ബേസിസിലായിരിക്കും AI നമുക്ക് തരുന്ന ഓരോ ഇതും. അതായത് A1 ഉണ്ട്, A2 ഉണ്ട്, B1, B2 ലെവൽസ് ഉണ്ട്. സോ നമുക്ക് ഏത് ലെവലിലാണോ നമ്മൾ ചോദിക്കുന്ന കാര്യം വേണ്ടത്, അവർ ആ രീതിയിൽ, അതായത് ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ AI എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്ത് തരുന്നത്, ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. സോ നമുക്കിപ്പം ആർട്ടിക്കിൾസ് ഉണ്ട്, ദർദി ദസ്തി. സോ ആർട്ടിക്കിൾസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ജെൻഡറിൻ്റെ ഡൗട്ട്സൊക്കെ നമുക്ക് യൂഷ്വലി വരുന്ന കാര്യമാണ്. സോ അതിനൊക്കെ ആണെങ്കിലും AI എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾക്ക് AI പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ ഇമോഷനിലാണ്. അതായത് നമുക്ക് ഇപ്പം മിക്ക കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊനൗൺസിയേഷൻസിൽ തെറ്റ് വരിക, അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കാതെ അവർക്ക് അതിലുള്ളൊരു തെറ്റ് വരും. ഇപ്പം ഗോയിത്തെ എക്സാംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊനൗൺസിയേഷന് 50 മാർക്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മിക്ക കുട്ടികളും എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു ടൂൾസ് യൂസ് ചെയ്ത്, ഇപ്പോൾ ട്യൂട്ടേഴ്സ് ആണെങ്കിൽ പോലും നേറ്റീവ് സ്പീക്ക് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി മിസ്റ്റേക്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ AI യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളെ നേറ്റീവ് സ്പീക്കിങ്ങിലേക്ക് നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് നേറ്റീവ് സ്പീക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊനൗൺസിയേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് AI നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഈ രീതിയിലൊക്കെയാണ് AI ആസ് എ ഫ്രണ്ട് ഇൻ ലാംഗ്വേജ് സെക്ടറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇത് കൂടാതെ തന്നെ എന്തുണ്ട്, AIക്ക് കുറേ കോൺസും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം പ്രോസ് ആണ്. സോ അതുപോലെ തന്നെ എന്തുണ്ട്, അതിന് ഒത്തിരി കോൺസിക്വൻസസും ഉണ്ട്. സോ AI ആസ് എ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം AI യൂസ് ചെയ്ത് ഒരു ലാംഗ്വേജ് പഠിക്കണം, ഇപ്പോൾ ജർമ്മൻ ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ എന്തുണ്ടാവും, അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടെ AI നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ AI യൂസ് ചെയ്ത് നമ്മൾ ലാംഗ്വേജിന്, ഇപ്പോൾ കൾച്ചറൽ ഇമേഷൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. സോ അതുപോലെ നേറ്റീവായിട്ട് സ്പീക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലാക്ക് ഓഫ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് സംസാരിച്ച് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കുന്നതിന് പകരം AI ആയിട്ട് നമ്മൾ വൺ സൈഡ് ആയിട്ടാണ് സംസാരിക്കുക. അല്ലാതെ AI നമ്മളായിട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ നേരിട്ട് ഒരാളായിട്ടിരുന്ന് സംസാരിക്കുന്ന അത്ര ഫ്ലുവൻസി നമുക്ക് ഒരിക്കലും AI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എക്സാമിന് പോകുന്ന ടൈമിൽ നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഗോയിത്തെ സെൻറ്ററിൽ പോകുന്ന സമയത്ത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കും. സോ അയാളായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക, AI ആയിട്ട് സംസാരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഹ്യൂമൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെൻറ്റ് ഫ്ലുവൻസി കൂട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ AI യൂസ് ചെയ്യുന്നത് വഴി ഓവർ റിലയൻസ് ആണ് ഉണ്ടാകുന്ന ടെക്നോളജിയിൽ. അതൊരിക്കലും നമ്മുടെ സോഷ്യൽ ലൈഫിനെ നല്ല രീതിയിലായിരിക്കില്ല അഫക്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിങ്ങനെ AI ടൂൾസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോഗ്നിറ്റീവ് എഫേർട്സ് വളരെ നന്നായിട്ട് കുറയാണ് ചെയ്യുന്നത്. സോ അതും എന്ത് ചെയ്യും, നമ്മളുടെ എന്താ പറയുക, ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ AI ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലാംഗ്വേജ് ലേണിങ്ങിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് മാറ്റാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ലാംഗ്വേജ് ഈസ് ഓൾ അബൌട്ട്
കൾച്ചർ ആൻഡ് ഇമോഷൻ. സോ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു സെക്ഷനാണത്. ഒരിക്കലും നമ്മളൊരു ഹ്യൂമനോട് ഡയറക്റ്റ് സ്പീക്ക് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു പേഴ്സണായിട്ടിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ മിക്ക സ്റ്റുഡൻസും എന്താ പറയുക, നമ്മൾ തെറ്റുകൾ അതിൽ നിന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ തന്നെയാണ് ലാംഗ്വേജ് പഠിച്ചെടുക്കുക. അതായത് നമുക്കൊരു മിസ്റ്റേക്ക് വരും, നമ്മൾ ആ മിസ്റ്റേക്കിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. സോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, അവർ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇത് തരുന്നു. സോ നമുക്കത് ഓർത്തിരിക്കാനുള്ള പാടുണ്ടാവും. ബിക്കോസ് നമ്മൾ മറ്റൊരു പേഴ്സണായിട്ട് സംസാരിച്ചു, നമ്മൾ അതിലെന്തെങ്കിലും തെറ്റ് പറ്റി അയാൾ അത് തിരുത്തി തരുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന പോലെ ഒരിക്കലും എക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും കറക്റ്റ് ഇൻഫർമേഷനാണ് തരുന്നതെന്നാണ് ഇപ്പോഴും ഉള്ളൊരു ഇത്. പക്ഷേ ഈ കൾച്ചറൽ തിങ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ കൾച്ചറൽ സെക്ടറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്ക് കൂടുതലായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് കുറേ മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻസ് ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് കൾച്ചറിനെ പറ്റിയിട്ട് എയിലാണെങ്കിലും അല്ലാതെയും ഉണ്ട്. സോ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റെൻഡ് വരെ സാധിക്കുന്നതല്ല. അപ്പം നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുകയെന്നുണ്ടെങ്കിൽ ചില സ്റ്റുഡൻസിന് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ലാംഗ്വേജ് ട്രെയിൻ ചെയ്ത് കിട്ടുന്ന മോട്ടിവേഷൻ ഒരിക്കലും ആയിട്ട് സംസാരിക്കുമ്പോൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇത് നമ്മളുടെ ലാംഗ്വേജ് ലേണിങ്ങിനെ വളരെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ടായിട്ടും കൺസിഡർ ചെയ്യാം. ഓൾസോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എനിമി ആയിട്ടും വരുന്നൊരു സെക്ഷനാണ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണ്, പക്ഷേ എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് നമുക്ക് ബാഡ് ഇമ്പാക്ട്സും ലാംഗ്വേജ് ലേണിംഗ് സെക്ടറിൽ തരുന്നുണ്ട്. സോ നമുക്ക് കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്, ആ ബെനിഫിറ്റ് മാത്രം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ബാക്കി നമ്മളുടെ എഫേർട്ടോട് കൂടി ലാംഗ്വേജ് ലേണിംഗ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ ജർമ്മൻ ലേണിങ്ങും അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് നോക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് കരുതാതെ ഒരു സപ്ലിമെൻ്റഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു ഫ്രണ്ടായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന് ഓൾസോ അതിനെ എനിമി ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് കുട്ടികൾ യൂസ് ചെയ്യുന്നതിന് പകരം ട്യൂട്ടേഴ്സ് എന്ത് ചെയ്യുക, വെച്ച് അവരുടെ വാക്കുകൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് കുട്ടികൾ ബേസിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ഹ്യൂമൻ ഇൻട്രാക്ഷൻ വഴി ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചൂസ്.